നമസ്കാരം. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷം നിരന്തരമായ പോരാട്ടം നടത്തിയാണ് ഞാനിവിടെ നിലനിന്നത്. അതിന് കാരണം ഒരു വശത്ത് പിണറായി എന്ന സർവശക്തനായ ഭരണാധികാരിയോടും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായ പിണറായിസ്റ്റുകളോടും ഏറ്റുമുട്ടുമ്പോൾ തന്നെ മറുവശത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എലമെൻറ്റുകളോടും ജിഹാദികളോടും ഏറ്റുമുട്ടേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിലെ 70% സ്വാധീനവും ഇക്കൂട്ടർക്കാണെന്ന് ഓർക്കണം. അവർ ഏതെല്ലാം തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാമോ, നുണപ്രചരണം നടത്താമോ, പച്ചക്കള്ളങ്ങൾ പറയാമോ, കള്ളക്കേസിൽ കൊടുക്കാമോ, ശാരീരികമായി ഉപദ്രവിക്കാമോ, അത്രയുമൊക്കെ എന്നോട് ചെയ്തു. പക്ഷേ സാധാരണ മനുഷ്യർ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഉറപ്പായതുകൊണ്ട് എന്നോടൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും നിരാശ തോന്നിയിട്ടില്ല. യുദ്ധം ചെയ്യാനുള്ള ആവേശമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് തെല്ല് നിരാശയുണ്ട്. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. 2019 ശേഷം ഞാൻ UNA എന്ന നേഴ്സിംഗ് സംഘടനയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്തം UNA തുടങ്ങിയ അന്നു മുതൽ, അവരുടെ ആദ്യത്തെ സമരം മുതൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന സമ്പൂർണ്ണ പിന്തുണ അവർക്ക് ഞാൻ കൊടുത്തിരുന്നെങ്കിലും 2019 ശേഷമാണ് എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവരോടൊപ്പം ഉണ്ടാവുന്നത്. അതിന് കാരണം UNA എന്ന ജനകീയ മൂവ്മെൻറ്റിനെ ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ച വ്യവസ്ഥാപിത സംവിധാനങ്ങൾ, സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മാനേജ്മെൻറ്റുകളും അവരെ ഒരുമിച്ച് ശ്വാസം മുട്ടിക്കാൻ കള്ളക്കേസെടുത്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തി ജയിലിലടച്ചപ്പോൾ ആ പ്രസ്ഥാനം നിന്നുപോകും എന്ന് ഭയപ്പെട്ട് അവരെ നിസ്വാർത്ഥമായി പിന്തുണച്ചതാണ്. ഇപ്പോൾ സമരം ചെയ്യുന്ന ജൂബിലിയും അമലയും അടക്കമുള്ള ആശുപത്രികളിൽ UNA തുടങ്ങുന്നതുവരെ 3000-ൽ താഴെയായിരുന്നു ശമ്പളം. എത്ര വർഷം പരിചയമുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഒരാൾ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയാൽ അങ്ങോട്ട് പണം കൊടുത്ത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. UNA എന്ന സംഘടന തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ നേഴ്സുമാരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതും അവർക്ക് മിനിമം വേജുകൾ പ്രഖ്യാപിക്കപ്പെട്ടതും അവർക്ക് കോർപ്പറേറ്റ് ആശുപത്രികൾ അടക്കമുള്ളവർ മികച്ച ശമ്പളം കൊടുത്തു തുടങ്ങിയതും. അതുകൊണ്ടാണ് ഈ ആശുപത്രികൾ കാശെറിഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിലക്കെടുത്ത് UNA ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ പേരിൽ അവർ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായപ്പോൾ നീതിബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അവരെ പിന്തുണച്ചു. അന്നു മുതൽ ആ നേതാക്കന്മാരോട് അടുത്തിടപഴകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം യൂണിയൻ പ്രവർത്തനം നടത്തുന്ന നേതാക്കൾക്കിടയിൽ, ധനസമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ പാവപ്പെട്ട നേഴ്സിംഗ് സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് അവരുടെ അവകാശത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പോരാടുന്ന ഒരു വിഭാഗമാണ് ഈ കൂട്ടറെന്ന്. അവർക്ക് ജാതിയോ മതമോ ഒന്നും ഉണ്ടായില്ല. നിർഭാഗ്യവശാൽ ഈ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതും അതിന് തലപ്പത്ത് നിന്നതും ജാസ്മിൻ ഷാ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിപ്പോയി എന്നതുകൊണ്ട് മാത്രം, മഹാഭൂരിപക്ഷം ആശുപത്രികളും ക്രൈസ്തവ മാനേജ്മെൻറ്റ് കീഴിൽ ഉള്ളതായതുകൊണ്ട് മാത്രം ഇവർ ജിഹാദി എന്ന ആരോപണം ഉന്നയിച്ചു. അതിനെ അത്ഭുതപ്പെടുത്തി. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, ജിഹാദികൾക്കെതിരെ എന്നും ശബ്ദമുയർത്തുന്ന അവരുടെ നോട്ടപ്പുള്ളിയായിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിലാർക്കെങ്കിലും ഇപ്പോഴും സംശയം ബാക്കിയുണ്ടെങ്കിൽ ജാസ്മിൻ ഷായും ഞാനും അടക്കമുള്ള സംഘം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ കണ്ട ചിത്രം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇക്കൂട്ടറെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കണം. ഇക്കൂട്ടത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പേരാണ് എന്നെ മുസ്ലിം വെറുപ്പ് വരുത്തുന്നവൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം ഞാനിപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, മീഡിയ വണിനെതിരെ, SDPIക്കെതിരെ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിലപാടെടുക്കുന്നു. പക്ഷെ ഞാൻ ജിഹാദിയാണ്, ഞാൻ ജിഹാദികളുടെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് കത്തോലിക്ക സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വ്യാപകമായി സഭാ നേതൃത്വം പ്രചരിപ്പിക്കുന്നതിൽ എനിക്ക് വേദനയില്ല. അവർ ഇങ്ങനെ നുണ പറഞ്ഞും നുണ വിറ്റും ജീവിക്കുന്നവരാണ്. എന്നാൽ അത് ഏറ്റെടുക്കുന്ന പല കുഞ്ഞാടുകളും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ പരിചയമുള്ള പല കുഞ്ഞാടുകളും ഇത് ആത്മാർത്ഥമായി വിശ്വസിച്ച് ഞാൻ ആരുടെയൊക്കെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വേദനയുണ്ട്. ഞാനെന്ന് മാത്രമല്ല, ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആരും ഒരു നയാ പൈസ പോലും സംഘടനയിൽ നിന്നും അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നവരല്ല. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അരങ്ങു വാഴുമ്പോൾ, മറുനാടൻ്റെ തുടക്കം മുതൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ, ഞാനിങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും ഇത്തരം വ്യക്തിഹത്യകൾക്ക് ഇരയാകുന്നത് കൊണ്ട് തന്നെ ഇവയിൽ മിക്കതിനെയും അവഗണിച്ചു മറുപടി പറയേണ്ടതിന് മറുപടി പറഞ്ഞുമൊക്കെ തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലപാട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിരാശപ്പെടാൻ കാരണമുണ്ട്.
ഈ നഴ്സിംഗ് സമരത്തിൻ്റെ ഭാവിയെ ഓർത്ത്, ആ 2 ആശുപത്രിയിലെ പാവപ്പെട്ട നേഴ്സുമാരെ ഓർത്ത് എൻ്റെ ഉറക്കം കെടുന്നു. ഇന്ന് നഴ്സിംഗ് സമരം ആരംഭിച്ചിട്ട് 110 ദിവസം തികയുകയാണ്. 490ഓളം ആശുപത്രികളിൽ സമരമുണ്ടായിരുന്നു. തൃശ്ശൂരിലെ അമലയും ജൂബിലിയും ഒഴികെ ബാക്കി എല്ലായിടത്തും സമരം സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇവർ ചോദിക്കും, ആ സെറ്റിൽ ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് നിങ്ങൾ പുറത്തുവിടാത്തതെന്ന്. പുറത്തുവിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നുണയാണ്. ഓരോ ആശുപത്രിയിലെയും സമരം സെറ്റിൽ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് മിനിമം സാലറി അവിടെ കിട്ടിയത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കിയിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അപ്പോൾ അവർ ചോദിക്കും, പറയൂ, ജൂബിലിയേക്കാൾ കുറവല്ലേ ഇവിടെയൊക്കെ ശമ്പളമെന്ന്. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. ആശുപത്രിയുടെ കാറ്റഗറി നിശ്ചയിച്ചിരിക്കുന്നത് ബെഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ പാടില്ല, ആശുപത്രിയുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് ആദ്യം മുതൽ നിലപാടെടുത്തവരാണ് UNA-ക്കാർ. പക്ഷേ അന്ന് ജൂബിലിയും അമലയും അടക്കമുള്ളവർ വരുമാനം വെളിപ്പെടുത്താൻ മടി കാണിച്ചു. വാസ്തവത്തിൽ ആശുപത്രികളുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ശമ്പള സ്കെയിൽ നിശ്ചയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ കോർപ്പറേറ്റ് ആശുപത്രികൾക്കായിരിക്കും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരുന്നത്. 800+ കാറ്റഗറിക്കാർക്കാണ് ഏറ്റവും ഉയർന്ന ശമ്പളം. 800-ലധികം ബെഡുള്ള കേരളത്തിലെ 2 ആശുപത്രികൾ അമലയും ജൂബിലിയുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ശമ്പളം കൊടുക്കാൻ അവർ നിയമപരമായി ബാധ്യസ്ഥരാണ്. എന്നിട്ടും ആസ്റ്റർ അടക്കമുള്ള ആശുപത്രികൾ അമലയേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഏറ്റവും ഒടുവിലത്തെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി കൊടുക്കുന്നത് എന്നത് അറിയാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രശ്നം, എല്ലാ ആശുപത്രികളും നേഴ്സുമാർ സമരത്തിനിറങ്ങുമ്പോൾ എല്ലാ ആശുപത്രികളും സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ആശുപത്രി മാനേജ്മെൻറ്റുകൾക്ക് ഈ സമരം അവസാനിപ്പിച്ചേ മതിയാവും. അങ്ങനെയാണ് UNA വളർന്നതും അങ്ങനെയാണ് എല്ലായിടത്തും സമരം അവസാനിപ്പിച്ചതും. എന്നാൽ തൃശ്ശൂർ ജൂബിലി അതിനെ തന്ത്രപൂർവ്വം നേരിടാൻ തീരുമാനിച്ചു. ഇതൊരു സഭാ പ്രശ്നമാക്കി മാറ്റി സഭയിൽ എവിടെയെങ്കിലും നേഴ്സുമാർ ജോലിയില്ലാതിരിപ്പുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവധിക്ക് വന്നവരെ കൂട്ടിക്കൊണ്ടുവരിക, രാജ്യത്ത് എവിടെയുമുള്ള കന്യാസ്ത്രീകളെ കൊണ്ടുവരിക. ജലന്ധറിൽ നോക്കിയാണ് കന്യാസ്ത്രീകൾ കൊണ്ടുവന്നത്. അങ്ങനെ വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി സമരത്തെ നേരിടാൻ എത്ര പേർ സമരരംഗത്തുണ്ടോ അത്രയും പേർ അവർ കൊണ്ടുവന്ന് ഈ ആശുപത്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ UNA സമരം കൊണ്ട് കഴിയുന്നില്ല. ഭൂരിപക്ഷം നേഴ്സുമാരും സമരത്തിലാണെങ്കിലും ആശുപത്രിയെ ബാധിക്കുന്നില്ല. ആശുപത്രിയെ ബാധിക്കാതിരിക്കുന്നതിൻ്റെ കാരണം UNA എക്കാലത്തും എടുത്തിരിക്കുന്ന നിലപാട് സമരം ചെയ്യുന്നത് 1/3 ആളുകൾ പണിയെടുക്കണമെന്നാണ്. അങ്ങനെ 1/3 ആളുകളെ UNA വിട്ടുകൊടുക്കുന്നു. ഇവർ പലയിടങ്ങളിലും കന്യാസ്ത്രീകൾ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് ആശുപത്രി നടത്തുന്നു. മാത്രമല്ല, ആശുപത്രിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ സമരം നടത്തുന്നതാണ് UNA-യുടെ രീതി. ഈ ആശുപത്രി എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചാൽ, രോഗികൾക്ക് അങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ, അവിടെ ചെന്നാൽ ചികിത്സ കിട്ടില്ല എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായാൽ ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിക്കും. അങ്ങനെ ചെയ്യരുത്, ഒരു മനുഷ്യൻ്റെയും ജീവൻ നഷ്ടപ്പെടുത്തരുത് എന്നിവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്. മാത്രമല്ല, അത്തരം ശ്രമം നടത്തിയാൽ ആശുപത്രി കിടക്കുന്ന രോഗികളെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഇവരുടെ സമരം മൂലം മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഈ വൃത്തികെട്ടവന്മാർ നുണപ്രചരണം നടത്തുമെന്നതുകൊണ്ടാണ് അറ്റകൈ പ്രയോഗം നടത്താത്തത്. ഇപ്പോൾ 108 ദിവസമായി ഈ നേഴ്സുമാർ പുറത്തു നിൽക്കുന്നു. അവർക്ക് ശമ്പളമില്ല, അവരുടെ കുടുംബം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്നു. അവരിൽ പലരും ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പറയുന്നു. വേണമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമരം വ്യാപിപ്പിക്കാം. സംസ്ഥാന വ്യാപകമായി UNA പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ ആശുപത്രികളെല്ലാം സ്തംഭിക്കും. പക്ഷെ അത് അനീതിയാണ് എന്ന് UNA-ക്ക് ബോധ്യമുണ്ട്. കാരണം ഓരോ ആശുപത്രികളും ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിച്ച് ഒത്തുതീർപ്പ് കരാറിൻ്റെ ഭാഗമായി സമരം പിൻവലിച്ചതിന് ശേഷം ഈ 2 ആശുപത്രികളുടെ പേരിൽ അങ്ങനെ ചെയ്യുന്നത് അനീതിയാണ് എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അറ്റകൈ പ്രയോഗത്തിനും നടക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ കാല് പിടിച്ചത്. അതുകൊണ്ടാണ് ആശുപത്രി മാനേജ്മെൻറ്റുകളോട് കെഞ്ചി പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? പല ചർച്ചകൾ നടത്തി. ഒരു ചർച്ചയ്ക്കും അവർ വരാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ചർച്ചയ്ക്ക് ആശുപത്രി മാനേജ്മെൻറ്റ് വഴങ്ങുന്നില്ല എന്ന പേരുദോഷം വിശ്വാസികൾ കൂടി ഏറ്റെടുത്തതോടെ ആത്മീയത ലവലേശമില്ലാത്ത ക്രൂരത മാത്രം കൊണ്ടു നടക്കുന്ന തൃശ്ശൂർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. നിങ്ങൾ പണിമുടക്ക് അവസാനിപ്പിച്ചു വരൂ, നമുക്ക് നോക്കാം, ഇപ്പോൾ തൽക്കാലം 1 രൂപ പോലും കൂട്ടില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു. സർക്കാർ ശമ്പളം വർദ്ധിപ്പിക്കട്ടെ, ഞങ്ങൾ തരാം എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഇതാണ് പല കുഞ്ഞാടുകളും ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനല്ലേ കുഴപ്പം, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇവരെയോട് ചോദിക്കുന്നു എന്ന് പറയും. ഇതൊരു പച്ചക്കള്ളമാണ്, ഇത് നുണപ്രചരണമാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടും ആരോഗ്യമന്ത്രിയെ കണ്ടും തൊഴിൽ മന്ത്രിയെ കണ്ടും സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഇന്നലെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യമായാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന IAS-കാർക്ക് മനസ്സിലാവുന്നില്ല. താരതമ്യേന പുതിയ മന്ത്രിക്കും ഇത് വേണ്ടതുപോലെ പിടികിട്ടുന്നില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന
മുഴുവൻ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചു. UNAയ്ക്ക് കിട്ടി ഒരു പ്രതിനിധിയെ. CITUവിനായിരുന്നു ഏറ്റവും അധികം പ്രതിനിധികൾ. CITUവും INTUSും BMSും HMSും AITUSും അടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിക്കുകയാണ്. ഓർക്കുക, അമലയിലും ജൂബിലിയിലും ഒരൊറ്റ യൂണിയനേ ഉള്ളൂ, അത് UNA ആണ്. അമലയിലും ജൂബിലിയിലും സമരം ചെയ്യുന്ന UNA ആണ്. അതുകൊണ്ട് തന്നെ ആ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആ രണ്ട് മാനേജ്മെൻറ്റുകളെയും UNA പ്രതിനിധികളെയുമാണ് വിളിക്കേണ്ടത്. സർക്കാർ എല്ലാവരെയും വിളിക്കുന്നു, UNAയ്ക്ക് ഒരു പ്രതിനിധിയെ വിളിക്കും. ഞാൻ ഒടുവിൽ തൊഴിൽ മന്ത്രിയെ വിളിച്ച് ഞാൻ ഇത് ശരിയല്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോഴാണ് UNAയ്ക്ക് 3 പ്രതിനിധികളെ കൂടി അധികം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച പരാജയപ്പെട്ടു പോയി. കാരണം എല്ലാ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും അവിടെ എത്തുമ്പോൾ അവർ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലെയും മിനിമം വേജിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ജൂബിലിയിലെയും അമലയിലെയും പ്രശ്നത്തെക്കുറിച്ചല്ല. ജൂബിലിയിലും അമലയിലും സമരം ചെയ്യുന്ന നേഴ്സുമാരാണ്, അവരുടെ ശമ്പള വിഷയമാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ യൂണിയനുകൾ പറയുന്നു എല്ലാ തൊഴിലാളികളുടെയും ശമ്പളം പരിഗണിക്കണം. എന്ന് വെച്ചാൽ തൂപ്പുകാരൻ മുതൽ സെക്യൂരിറ്റിക്കാരൻ വരെയുള്ളവരുടെ ശമ്പളം ഇവിടെ കൂട്ടണം. മാനേജ്മെൻറ്റിന് ഇത് ഒരിക്കലും സാധ്യമല്ല. നേഴ്സുമാർ 4 വർഷം ക്വാളിഫൈഡ് ആയിരിക്കുന്ന നേഴ്സുമാർ, 4 വർഷം പഠിച്ച് ബിരുദമെടുത്ത നേഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളത്തെ പോലെ പരിഗണിക്കേണ്ടതല്ല മറ്റ് ജീവനക്കാരുടേത്. പ്രത്യേകിച്ച് അത്തരം ജീവനക്കാരും PSC പരീക്ഷ എഴുതി ഈ സ്വകാര്യ ആശുപത്രികൾ കയറുന്നവരല്ല. ഈ 2 വിഷയവും രണ്ടായി കാണേണ്ടതാണ്. ഇത് ഒരുമിച്ച് കണ്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല. മാനേജ്മെൻറ്റുകൾക്ക് പറയാം ഞങ്ങൾക്ക് വലിയ ബാധ്യതയാണ്, അങ്ങനെ ചെയ്യും എന്നവർക്ക് ചോദിക്കും. അതുതന്നെയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ ബോധ്യപ്പെടാം. മാത്രമല്ല പലരും ചോദിക്കുന്നു സർക്കാർ പ്രഖ്യാപിക്കട്ടെ മിനിമം വേജ് ഞങ്ങൾ കൊടുക്കാമെന്നിവർ പറയുന്നുണ്ടല്ലോ, പിന്നെന്താണ് കുഴപ്പമെന്ന്. സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. ആദ്യത്തെ പരിമിതി ലേബർ കോഡ് സർക്കാർ ഇതുവരെ നടപ്പിലാക്കുമെന്ന് സംബന്ധിച്ചിട്ടില്ല, മോദിയുടേതായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ലേബർ കോഡ് ഒരു ആശയക്കുഴപ്പത്തിൽ തുടരുമ്പോൾ മിനിമം വേജിൽ കൊണ്ട് കൈവച്ചാൽ അത് സർക്കാർ ലേബർ കോഡിനെ അനുകൂലിച്ചതിൻ്റെ ഭാഗമാവും എന്നതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. രണ്ടാമത്തേത്, മിനിമം വേജ് നടപ്പിലാക്കണമെങ്കിൽ അതിന് 6 മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ഒരിക്കലും പൂർത്തിയാവാറില്ല. 2018 പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച മിനിമം വേജ് പ്രപ്പോസൽ പോലും നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഈ നീണ്ട പ്രക്രിയയും ഇതിനൊടുവിൽ മാനേജ്മെൻറ്റ് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്നതുമാണ്. കഴിഞ്ഞ വർഷം തൊഴിൽ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ഒരു കരട് രൂപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും നടക്കുന്നു. ഇത് നീണ്ട ഒരു പ്രക്രിയയാണ്, 6 മാസം വരെ എടുക്കുമെന്നാണ് ഇന്നലെ തൊഴിൽ സെക്രട്ടറി ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെ 6 മാസം വരെ ഇത് നീട്ടിക്കൊണ്ടു പോവുക, 6 മാസം കഴിഞ്ഞ് ഇത് നടപ്പിലാക്കുമ്പോൾ കോടതിയിൽ പോവുക, മാനേജ്മെൻറ്റ് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുക. അങ്ങനെ ഈ സർക്കാർ സംവിധാനത്തെ ദുരുപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റുകൾ മെല്ലെപ്പോക്ക് നയം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് UNA പറയുന്നത് താൽക്കാലിക ശമ്പള വർധനവ് നൽകണമെന്ന്. അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ നൂലാമാലകൾ തീർന്ന് അത് നടപ്പിലാക്കുമ്പോൾ ഈ താൽക്കാലിക ശമ്പള വർധനവ് പിൻവലിക്കാം, അത് നടപ്പിലാക്കിയാൽ മതി. ഇതാണ് മറ്റാശുപത്രികൾ അംഗീകരിച്ചത്, ഇതാണ് സമ്മതിക്കാൻ ഇവർ വിസമ്മതിക്കുന്നത്. ഈ വിഷയമാണ് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. അവർ ചോദിക്കുന്നു സർക്കാർ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞല്ലോ എന്ന്. സർക്കാർ അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പ്രഖ്യാപിക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ ഒരുപാടുണ്ട്. ആദ്യം കരട് രേഖ പ്രഖ്യാപിച്ചു. അതിനോടുള്ള വിയോജിപ്പ് UNAയ്ക്കുണ്ട്. UNA 40,000 രൂപ ചോദിക്കുമ്പോൾ സർക്കാർ 20,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ വിയോജിപ്പ് മാനേജ്മെൻറ്റുകൾക്കുണ്ട്, തൊഴിലാളി സംഘടനകൾക്കുണ്ട്. ഇവരുടെ എല്ലാം ഭാഗം കേട്ടും കമ്മിറ്റി ഉണ്ടാക്കിയും വിദഗ്ധ സമിതിയൊക്കെ വെച്ച് 5-6 മാസം കൊണ്ട് നടത്തൂ. ഈ കാലയളവിൽ വരെ നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് മറ്റാശുപത്രികൾക്ക് മനസ്സിലായി. ഈ ജൂബിലിക്കും അമലയ്ക്കും മനസ്സിലാവുന്നില്ല. അമലയ്ക്ക് പിടികിട്ടിയിട്ടുണ്ട്. അമല വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അമലയ്ക്ക് ജൂബിലിയുടേതുപോലെ തന്നെ നേഴ്സുമാരെ പലയിടത്തുനിന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അമല വലിയ സാമ്പത്തിക പ്രതിസന്ധി, പക്ഷെ മെത്രാനെ പേടിയായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. സമരം ഘടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെ ഘടിപ്പിച്ചാൽ അവിടെയുള്ള രോഗികളെ അത് ബാധിക്കുമെന്നതുകൊണ്ടാണ്. അങ്ങനെ ബാധിച്ച് ആശുപത്രിയുടെ നിലനിൽപ്പിനെ ബാധിക്കരുതേ എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാവാതെ പാവപ്പെട്ട നേഴ്സുമാർക്കെതിരെ ബഹളം വയ്ക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം ജിഹാദിയാണ് എന്ന് പറയുന്നതാണ്. ഓർക്കണം, ആ ബിഷപ്പ് ഹൗസിന് മുമ്പിലേക്ക് ധർണ നടത്തിയപ്പോൾ അവിടെ ഇരുന്ന നേഴ്സുമാർ ഒരുമിച്ച് വെറുതെയല്ല, അവർ കൊന്ത ചെല്ലുകയായിരുന്നു. അവർ ജിഹാദിയാണെങ്കിൽ ജാസ്മിൻ ഷാ കൊന്ത ചെല്ലാൻ അനുവദിക്കുമോ? രണ്ടാമത് പറയുന്നു ജിഹാദികളായതുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആശുപത്രികൾക്ക് മുമ്പിൽ സമരം ചെയ്യുന്നത്. അല്ല, എല്ലാ ആശുപത്രികളുടെ മുമ്പിലും ആസ്റ്ററും ലേക്ക് ഷോറും അടക്കമുള്ള ആശുപത്രികൾക്ക് മുമ്പിൽ സമരം നടത്തി. ഇവിടേക്ക് ശമ്പള വർധന ഉറപ്പാക്കുക തന്നെ ചെയ്തു. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പിടിവാശി ഈ 2 ആശുപത്രിക്ക് മാത്രമായതുകൊണ്ട് ഇവിടെ സമരം തുടരുന്നു. ഇതെല്ലാം പച്ചക്കള്ളങ്ങളാണ്. പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് യേശുവിൻ്റെ പേര് പറഞ്ഞ് ജിഹാദി എന്ന് പറഞ്ഞ് നുണ പറയുമ്പോൾ വിഷമം തോന്നും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വലിയ വിഷമം തോന്നും. ഞാൻ രാവിലെ എൻ്റെ നിരാശ പ്രകടമാക്കിക്കൊണ്ട് ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനിടയിൽ വന്ന കമൻറ്റുകൾ, വിശ്വാസത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വിടാം. മറ്റു ചില കമൻറ്റുകൾ എങ്ങനെയാണ് ഇവർ കാണുന്നത് എന്നത് വേദനിപ്പിക്കുന്നതാണ്. വളരെ സങ്കടം തോന്നാൻ കാരണം 1 രൂപ പ്രതിഫലം ആരോടും വാങ്ങാതെ പണിയെടുക്കുന്നയാളാണ് ഞാൻ.
സത്യത്തിന് വേണ്ടി. അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ പോലും പ്രശ്നമുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു സഹോദരൻ വൈദികനും സഹോദരി കന്യാസ്ത്രീയുമാണ്. അവർക്കുണ്ടാകുന്ന സമ്മർദ്ദമുണ്ട്, അവർ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ വിശ്വാസിയാണ്. എൻ്റെ സഭയുടെ പുരോഹിതന്മാർക്കെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. സഭാപിതാക്കന്മാരെ അനുസരിക്കണമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണ്. ഞാനൊരു വിമതനോ റിബലോ അല്ല. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പണം കൈപ്പറ്റിയിട്ടാണ്, ജിഹാദിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നും. സത്യത്തിൽ വിശ്വാസത്തോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറയാൻ ഒരു മെത്രാനെ പിന്തുണയ്ക്കുന്ന അച്ഛന്മാരും അവരെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് 5-ാം പ്രമാണത്തിന് ലംഘനമാണ് എന്ന് സഭാ നേതൃത്വം തന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ എങ്ങനെ നിരാശ തോന്നാതിരിക്കും? എൻ്റെ പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യുന്ന രീതി എനിക്കില്ല. ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുന്ന ആളാണ്. ഇവരൊക്കെ ഞാൻ ജിഹാദിയാണ്, ഞാൻ ആരോട് പണം കൈപ്പറ്റി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വേദന തോന്നും. ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഞാൻ പാവപ്പെട്ട നേഴ്സുമാർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളുന്നതാണ്. അവർക്ക് ഇങ്ങനെയെങ്കിലും ശമ്പളം കൈപ്പറ്റി ജീവിക്കാൻ കഴിയുന്നത് ഈ UNA എന്ന് പറയുന്ന സംഘടന ഉള്ളതുകൊണ്ടാണ്. അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ പറയുന്ന നുണ പലരും ആഞ്ഞാഞ്ഞ് പറയുമ്പോൾ സങ്കടവും നിരാശയും തോന്നിയാൽ എന്നെ കുറ്റം പറയാൻ കഴിയുമോ?